ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ചെയ്യുന്നത്. ഇത് കാഷ്വലായിട്ട് ഞാൻ സാധാരണ പുറത്ത് പോകുമ്പോൾ ചെയ്യാറുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. അപ്പോൾ 2 ഫിംഗർ റൂൾ വെച്ചിട്ട് സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് പതുക്കെ ടാപ്പ് ചെയ്ത് ഇങ്ങനെ ഒരുപാട് തേച്ച് അകത്തേക്ക് ആക്കരുത്, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം സൺസ്ക്രീൻ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് നമ്മൾ അകത്തേക്ക് ആക്കിയിട്ടുണ്ട്, മീൻസ് ഒന്ന് അബ്സോർബ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലേക്ക് ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഞാനൊരു ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് എൻ്റെ കണ്ണിനടിയിലൊക്കെ നല്ല കറുപ്പുള്ളത് കൊണ്ട്, ഡാർക്ക് സ്പോട്ട് ഉള്ളത് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഫൗണ്ടേഷൻ എൻ്റെ കണ്ണിനടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. എന്നിട്ട് അതിന് മുകളിലേക്ക് ഞാനൊരു കോമ്പാക്ട് പൗഡർ, സാധാരണ നമ്മുടെ ടോക്കൺ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ അതെടുത്ത് വെക്കാൻ മറന്നുപോയത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിലിരുന്ന കോമ്പാക്ട് പൗഡറാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് കോമ്പാക്ട് പൗഡർ ഇട്ട് അത് നന്നായിട്ട് അബ്സോർബ് ആക്കി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് മുഖത്ത് ഫുള്ള് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പോൾ ഒരുവിധം എൻ്റെ മേക്കപ്പ് പകുതി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം വേറെ ഒന്നും വലിയ കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ ഞാൻ ഈ ഫൗണ്ടേഷൻ ഇടാറില്ല. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് കൊണ്ടാണ്, ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടത്. അപ്പം ഫൗണ്ടേഷൻ ഇട്ട് കോമ്പാക്ട് പൗഡറും എല്ലായിടത്തും അത്യാവശ്യം നന്നായിട്ട് ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ഇനി എന്താ ചെയ്യുക, അപ്പം ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഐ ഷാഡോ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഇതേണക്ക് അടുത്ത സ്ഥലങ്ങളിലൊന്നും പോകുമ്പോൾ ഐ ഷാഡോ ഒന്നും ഇടാറില്ല. അപ്പം ഇന്നൊരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഐ ഷാഡോ എടുത്ത് കണ്ണിന് മുകളിലേക്ക് ഇട്ടു. അത് തന്നെ ഞാൻ ബ്ലഷ് ആയിട്ട് ഇട്ടു. ബ്ലഷ് പ്രത്യേകിച്ച് വേറെ ഒന്നും എടുത്തില്ല, ഐ ഷാഡോ തന്നെ ബ്ലഷ് ആയിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആക്കി എടുത്തു. എനിക്കിഷ്ടപ്പെട്ട കളറാണത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞു. എന്നിട്ട് അതിന് ശേഷം ഞാൻ കാജൽ എടുത്തിട്ട് കണ്ണൊന്ന് എഴുതി കൊടുത്തു. അപ്പോൾ പുറത്ത് പോകുന്നതുകൊണ്ട്, ജസ്റ്റ് അടുത്ത് പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ മുകളിൽ ഐലൈനർ എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഐലൈനർ എഴുതാറുണ്ട്. അപ്പം ഇന്ന് ചുമ്മാ കാജൽ മാത്രം എഴുതി കൊടുത്തു. പിന്നെ ഒരു ലിപ് ബാം ഇട്ട് കൊടുത്തു. അതിന് മുകളിലേക്ക് നമ്മുടെ 5-in-1 ലിപ്സ്റ്റിക്കിൻ്റെ ഒരു റെഡ് ഷെയ്ഡ് ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. അതെനിക്കിഷ്ടപ്പെട്ട ഒരു കളറാണ് ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഞാൻ നമ്മുടെ ഐലൈനർ വെച്ചിട്ട് ഒരു പൊട്ടിട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയാണ് എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് മുടിയും കൂടെ ഒന്ന് കെട്ടി വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റ.